ഹലോ ഗായ്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗോ അഹെഡ് എന്ന ഡ്രാമയിലെ 16th എപ്പിസോഡാണ്. ജിജിയാൻ്റെ ബോയ്ഫ്രണ്ട് സീഷോയുടെ റെസ്റ്റോറൻറ്റിലിരുന്ന് ചിത്രം വരയ്ക്കുമ്പോഴാണ് സീഷോ അവിടേക്ക് വന്ന് അവനെ എന്താ ചെയ്യുന്നതെന്ന് നോക്കുന്നത്. അപ്പോൾ അപ്പുറത്തുള്ള ഗേൾസിൻ്റെ ചിത്രം വരയ്ക്കുകയായിരുന്നു അവൻ. അത് കണ്ടയുടൻ സീഷോ അവൻ്റെ കയ്യിൽ നിന്ന് അത് വാങ്ങിയിട്ട് അപ്പുറത്തുള്ള ഗേൾസിന് പോയി കാണിച്ചു കൊടുക്കുന്നുണ്ട്, നിങ്ങളുടെ ചിത്രം വരച്ചയാളെ. അത് കണ്ടതും അവർ വളരെയധികം ഇംപ്രസ്സായി അവനോട് പറയുന്നുണ്ട്, നിങ്ങൾ വരച്ചതെല്ലാം കൊള്ളാം എന്നെല്ലാം പറയുന്നുണ്ട്. എന്നിട്ട് അവൻ അവരുടെ കൂടെ പോയി ചിത്രം വരയ്ക്കുന്നത് സീഷോ ജിജിയാന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജിജിയാൻ സീഷോയെ അടിക്കുന്നുണ്ട്. അവർ രണ്ടുപേരും പരസ്പരം അടിയാവുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. അത് കഴിഞ്ഞ് ജിജിയാനും ജിജിയാൻ്റെ ബോയ്ഫ്രണ്ടും കൂടി പുറത്തുപോയി. അവർ ഒരുമിച്ചിരിക്കുമ്പോഴാണ് അവൻ ജിജിയാനോട് കിസ് ചോദിക്കുന്നത്. അവൾ ഉടനെ പറയുന്നുണ്ട്, എനിക്ക് നിന്നെ കിസ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അതെനിക്ക് ആദ്യമേ മനസ്സിലായി, ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സ് ആയിരിക്കുമ്പോഴാണ് നല്ലത്, വെറുതെ റിലേഷൻഷിപ്പിലൊന്നായിട്ടും ഒരു കാര്യവുമില്ല എന്നെല്ലാം പറഞ്ഞ് അവർ രണ്ടുപേരും ബ്രേക്കപ്പ് ആവുന്നുണ്ട്. ലിങ് അമ്മയെ കാണാൻ വീട്ടിലേക്ക് പോകുന്നത് ചീലിങ്ങിൻ്റെ കൂടെയായിരുന്നു. അവളായിരുന്നു അവനെ ഡ്രോപ്പ് ചെയ്തിരുന്നത്. ചീലിങ് ലിങ്ങിനോട് പറയുന്നുണ്ട്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, നിനക്ക് എന്നെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പോൾ ലിങ് അവളോട് സംസാരിക്കാൻ വരുമ്പോൾ ചീലിങ് പറയുന്നുണ്ട്, ഇപ്പോൾ നീ നിൻ്റെ വീട്ടിൽ പോകും എന്നെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് സംസാരിക്കാം എന്നെല്ലാം പറഞ്ഞ് അവനെ നിർബന്ധിച്ച് അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. സീഷോയുടെ ആൻറ്റി അവൻ പുതിയ റെസ്റ്റോറൻ്റ് എല്ലാം തുറന്ന് എന്നറിഞ്ഞ് അവൻ ഇപ്പോൾ വളരെ റിച്ചായിട്ടുണ്ടാവും എന്നെല്ലാം കരുതി അവളുടെ ഭർത്താവ് ഹോസ്പിറ്റലായത് കാരണം ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് സീഷോയെ കാണാൻ വന്നതായിരുന്നു. അവനെ കണ്ടപ്പോൾ ആൻറ്റിക്ക് പറയാൻ തോന്നിയില്ല, കാരണം ആൻറ്റിയൊന്നും ആദ്യം അവനെ നോക്കിയിട്ടേ ഇല്ലായിരുന്നു. ജിജിയാൻ്റെ അച്ഛനല്ലേ അവനെ നോക്കിയത്. ഇപ്പോൾ ആൻറ്റി എങ്ങനെ പോയി സീഷോയുടെ ക്യാഷ് ചോദിക്കുന്നത് എല്ലാം പറഞ്ഞവർ വിചാരിച്ച് ആൻറ്റി ക്യാഷ് ചോദിക്കാതെ അവിടെ നിന്ന് നേരെ ജിജിയാൻ്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ജിജിയാൻ്റെ വീട്ടിൽ പോകുമ്പോഴാണ് ജിജിയാൻ്റെ അച്ഛൻ വാതിൽ തുറന്നു കൊടുക്കുന്നത്. ആൻറ്റി ഇതെല്ലാം പറഞ്ഞ് ജിജിയാൻ്റെ അച്ഛനോട് കുറച്ച് ക്യാഷ് ചോദിക്കുന്നുണ്ട്. ജിജിയാൻ്റെ അച്ഛൻ പറയുന്നുണ്ട്, നിങ്ങൾ പറഞ്ഞത് ശരിയാ, സീഷോയോട് വാങ്ങണ്ട, ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾ എനിക്ക് ഇപ്പോഴൊന്നും തരണമെന്നില്ല, എൻ്റെ കയ്യിലുള്ളതെല്ലാം നിങ്ങൾക്ക് തരാം എന്നെല്ലാം പറയുന്നുണ്ട് ജിജിയാൻ്റെ അച്ഛൻ. ഇതെല്ലാം കേട്ടുകൊണ്ടാണ് ജിജിയാനും സീഷോയും അവിടേക്ക് വരുന്നത്. അത് കണ്ടപ്പോൾ തന്നെ സീഷോ ആൻറ്റിയോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ നോക്കിയോ ഇല്ലേ, അതിലുള്ളതിലല്ല കാര്യം, ഞാൻ ഇനി നിങ്ങളെ ഇപ്പോൾ എങ്ങനെയാണ് സഹായം ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, ഈ തൽക്കാലം ഒരു 2 ലക്ഷം കൊടുക്ക് നിൻ്റെ ആൻറ്റിക്ക് എന്നെല്ലാം പറയുന്നുണ്ട്. സീഷോ അവൻ്റെ ആൻറ്റിയെ കൂട്ടി ATMയിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് അവിടെ നിന്ന് ക്യാഷ് എടുത്ത് കൊടുത്ത് ആ ക്യാഷ് കൊണ്ട് കുറച്ച് ഗിഫ്റ്റുമെല്ലാം വാങ്ങിക്കൊടുത്ത് ആൻറ്റിയെ ബസ് കയറ്റി വീട്ടിലേക്ക് അയക്കുന്നുണ്ട് സീഷോ. ജിജിയാനും സീഷോ ലിങ് ഇല്ലാത്തത് കാരണം അവൻ്റെ റെസ്റ്റോറൻറ്റിലിരുന്ന് ഭക്ഷണങ്ങളെല്ലാം രണ്ടുപേരും കൂടി കഴിക്കുകയാണ്. ലിങ് തിരിച്ച് വീട്ടിലെത്തിയതിൽ അമ്മ വളരെയധികം സന്തോഷത്തിലാണ്. അവന് ഭക്ഷണം വിളമ്പി കൊടുക്കുമ്പോഴാണ് അമ്മ ലിങ്ങിനോട് ചോദിക്കുന്നത്, നീ ഇനി തിരിച്ച് നിൻ്റെ വീട്ടിലേക്ക് പോകുന്നില്ലല്ലോ? അപ്പോൾ ലിങ് പറയുന്നുണ്ട്, ഞാൻ പോകുന്നുണ്ട്. ഇതെല്ലാം കേട്ട് ദേഷ്യത്തിലായ അമ്മ ജിജിയാൻ്റെ കോൾ കണ്ടതും ഉടനെ ലിങ്ങിൻ്റെ കയ്യിൽ നിന്ന് തട്ടിപ്പറിച്ച് അത് നിലത്തേക്ക് വലിച്ചെറിയുകയാണ്. ജിജിയാൻ്റെ ബോയ്ഫ്രണ്ട് റെസ്റ്റോറൻറ്റിലേക്ക് വരുമ്പോൾ സീഷോ വളരെ ദേഷ്യത്തോടെയാണ് പെരുമാറുന്നത്. ഇതെല്ലാം കണ്ട് സീഷോയുടെ ഫ്രണ്ട് സീഷോയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ ഇത്ര ദേഷ്യത്തിൽ അവനോട് പെരുമാറുന്നത് എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അപ്പോൾ സീഷോ പറയുന്നുണ്ട്, അവൻ അത്ര നല്ലയാളൊന്നുമല്ല ജിജിയാനെ, അവൻ ഒരിക്കലും മാച്ചല്ല, അവൻ ഒരു മോശപ്പെട്ട വ്യക്തിയാണ്, കണ്ടവരെ ചിത്രമെല്ലാം വരച്ച് വെക്കുന്നതാണ് ഇവൻ്റെ പണി എന്നെല്ലാം പറയുമ്പോൾ സീഷോയുടെ ഫ്രണ്ട് പറയുന്നുണ്ട്, നിനക്ക് ജിജിയാനെ ഇഷ്ടമാണ്, നിൻ്റെ സംസാരം കേട്ടാൽ മനസ്സിലാകും എന്നെല്ലാം അവൻ പറഞ്ഞത് കേട്ട് കുറവായി സീഷോ അവിടെ നിന്ന് പുറത്തേക്ക് ഓടിപ്പോവുകയാണ്. വീട്ടിലെത്തിയ ശേഷം ജിജിയാനെ കണ്ട സീഷോയ്ക്ക്
അവൻ്റെ ഫ്രണ്ട് പറഞ്ഞതെല്ലാം ഓർമ്മ വരികയാണ്. അവന് സന്തോഷമാവണോ സങ്കടമാവണോ എന്നറിയാതെ അവൻ അവൻ്റെ വീട്ടിനുള്ളിൽ ഇരിക്കുകയാണ്. അവൻ ആലോചിക്കുന്നുണ്ട് അവൻ്റെയും ലിങ്ങിൻ്റെയും ജിജിയാൻ്റെയും ചെറുപ്പത്തിലെ ഓരോ കാര്യങ്ങൾ. അവൻ കാറ്റ് കിട്ടാതെ AC-യുടെ മുമ്പിൽ പോയി കസാരയിൽ കയറി ഇരിക്കുമ്പോൾ ബുക്ക് അവിടെ വായിക്കുകയായിരുന്നു ലിങ്ങിനോട് മിണ്ടരുത് എന്ന് പറഞ്ഞ് ജിജിയാൻ അവനെ അടുത്തേക്ക് മെല്ലെ അവൻ അറിയാതെ നടന്നു പോകുന്നുണ്ട്. എന്നിട്ട് ഉടനെ അവൻ്റെ പാൻ്റ് ഊരുകയാണ്. ഇതെല്ലാം കണ്ട് ലിങ് ഓടി വന്ന് ജിജിയാൻ്റെ കണ്ണു പൊട്ടുന്നുണ്ട്. ഇതെല്ലാം സീഷോ ആലോചിക്കുകയാണ്. രാത്രി ജിജിയാൻ വാട്ടർമെലൺ കഴിക്കുമ്പോഴും സീഷോക്ക് അത് തന്നെയായിരുന്നു ഓർമ്മ. ജിജിയാൻ വാട്ടർമെലൺ കഴിക്കി എന്ന് പറഞ്ഞത് ജിജിയാൻ കഴിച്ച അതേ സ്പൂണിൽ സീഷോ എടുത്ത് കഴിക്കുന്നുണ്ട്. അത് കണ്ട് ജിജിയാൻ പോകുമ്പോൾ സീഷോ ചോദിക്കുന്നുണ്ട്, എന്തിനാ നീ പോകുന്നത്? എനിക്ക് വേറെ സ്പൂൺ എടുക്കാനെന്ന് പറഞ്ഞ് ജിജിയാൻ അവിടെ നിന്ന് പോകുകയാണ്. ലിങ്ങിനോട് ലിങ്ങിൻ്റെ അനുജത്തി ഇപ്പോഴും വളരെയധികം ദേഷ്യത്തിലാണ്. ജിജിയാൻ്റെ അമ്മയുടെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുകയാണ് സീഷോയും ജിജിയാൻ്റെ അച്ഛനും ജിജിയാനും. അവർ പ്രാർത്ഥിക്കുന്നുമുണ്ട്. അവിടെ ലിങ് മാത്രമില്ല എന്നുള്ളൂ. അന്ന് അച്ഛൻ്റെ നൂഡിൽസ് കടയിലേക്ക് സീഷോയും ജിജിയാനും പോയപ്പോഴാണ് അവിടെയുള്ള കുറച്ച് ആൻറ്റിമാർ സീഷോയോട് പറയുന്നത്, നീയും ജിജിയാനും ലിങ്ങുമെല്ലാം ഒപ്പരമല്ലേ താമസിച്ചത്, ഇനി നിനക്ക് ജിജിയാനെ വിവാഹം കഴിച്ചൂടെ എന്നെല്ലാം സീഷോയോട് പറയുമ്പോൾ സീഷോ അവൻ്റെ ഉള്ളിൽ ഒരു ഇഷ്ടം ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇതെല്ലാം കേട്ട് ജിജിയാൻ അവിടെ നിന്ന് കളിയാക്കി ചിരിക്കുന്നുണ്ട്. രാത്രി ലിങ് വന്ന് ജിജിയാൻ്റെ അമ്മയുടെ അടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. രാത്രി ലിങ് ജിജിയാൻ്റെ അടുത്ത് പോകുന്നുണ്ട്. ഇതെല്ലാം കണ്ടുവന്ന ചീലിങ് നെട്ടുന്നുണ്ട്. കാരണം ജിജിയാനെ ലിങ് കിസ് ചെയ്യുകയായിരുന്നു. എന്നിട്ട് ജിജിയാൻ കണ്ണു തുറക്കുന്നുണ്ട്. അത് കണ്ട് ലിങ് ഒന്ന് മാറി നിൽക്കുമ്പോഴാണ് ജിജിയാൻ നടന്നതെല്ലാം സ്വപ്നമാണെന്ന് കരുതി വീണ്ടും കിടന്നുറങ്ങുന്നത്. പിറ്റേന്ന് രാവിലെ ജിജിയാൻ എണീച്ച് വരുമ്പോഴാണ് അവിടെ ലിങ്ങിനെ കാണുന്നത്. ലിങ്ങിനെ കണ്ടയുടൻ ഇന്നലെ നടന്നതെല്ലാം സത്യമായിരുന്നെന്ന് ജിജിയാന് തോന്നുകയാണ്. അതെല്ലാം ആലോചിച്ച് ജിജിയാൻ വളരെയധികം കൺഫ്യൂഷനിലാണ്. ഇന്നലെ നടന്നത് സത്യമാണോ അതോ വെറുതെ അവളൊരു സ്വപ്നം കണ്ടതാണോ എന്ന് പോലും ജിജിയാന് ഓർമ്മ വരുന്നില്ല. ഇതെല്ലാമാണ് ഗോ അഹെഡ് എന്ന ഡ്രാമയിലെ 16th എപ്പിസോഡിലുള്ളത്.